الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. قال الله عز وجل وقد قال سيدنا محمد صلى الله عليه وسلم لا يتمنين أحدكم الموت لضر أصابه. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من بين إصبعه رب الجيش ذا العدد. إني إذا صامني ضيم يروعني أقول يا سيد السادات يا سندي. أقول يا سيد السادات يا سندي. أقول يا سيد السادات يا سندي. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ഈ ഒത്തുചേരൽ അവിടത്തോടൊന്നിച്ച് നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ കാരണമാക്കി തീർമാറാകട്ടെ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് സന്ദർശിക്കുവാനും അവിടുത്തെ ശുപാർശക്ക് അർഹരാകാനും നമ്മുടെ ഈ പരിപാടി അല്ലാഹു കാരണമാക്കി തീർമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിവിധ വിഷയങ്ങൾ ഏകദേശം 10 ദിവസത്തോളമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് എല്ലാ സമയത്തും മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും പാരത്രിക ലോകത്തേക്കുള്ള യാത്രക്ക് വേണ്ടി ഒരുക്കം നടത്തുകയും ചെയ്യുകയായിരുന്നു. ഭൗതിക ലോകത്ത് നിന്ന് എന്തെങ്കിലും ആസ്വദിക്കുവാനോ സമ്പാദിക്കുവാനോ അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് ശ്രമിച്ചിട്ടില്ല. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുക്കാൻ ഉദ്ദേശിച്ച ദറജയിലേക്ക്
സൂചന നൽകും വിധം പ്രയാസങ്ങളുടെയും പ്രാരാബ്ദങ്ങളുടെയും വേദനകളുടെയും നിമിഷങ്ങളായിരുന്നു അവിടുത്തെ ജീവിതം മുഴുവൻ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തിരുനബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ ഒരു ഭരണാധികാരിക്കുള്ള മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലുണ്ട്, കുടുംബനാഥനുള്ള മാതൃകയുണ്ട്, ഖാദിക്കുള്ള മാതൃകയുണ്ട്, ഖത്തീബിനുള്ള മാതൃകയുണ്ട്, പൊതുപ്രവർത്തകനുള്ള മാതൃകയുണ്ട്. എല്ലാം ഉള്ളതോടൊപ്പം തന്നെ കഷ്ടപ്പെടുന്നവന്റെയും ദുഃഖങ്ങൾ അനുഭവിക്കുന്നവന്റെയും ജീവിതത്തിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊന്നാം തരം മാതൃകാ പുരുഷനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വരുന്നത് തന്നെ വളരെയേറെ ദുഃഖകരമായ കുടുംബാന്തരീക്ഷത്തിലാണ്. ഒരു പിതാവ് ആ പിതാവിനെ ഉപ്പ എന്ന് വിളിക്കാൻ, പിതാവിന്റെ പരിലാളനം നിങ്ങൾ ഏറ്റുകൊണ്ട് കൈപിടിച്ച് നടക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ള കുട്ടികളുടെ താല്പര്യം നമുക്കറിയാം. നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവിന്റെ വയറ്റിൽ 2 മാസം പ്രായമായപ്പോൾ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിനെ അല്ലാഹു തിരിച്ചു വിളിച്ചിരുന്നു. വളരെയേറെ സങ്കടകരമായ ജനനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ച് ഖുർആനിലൂടെ തിരുനബിയോട് ചോദിച്ചു, നബിയെ, നിങ്ങൾ അനാഥനായല്ലേ ഇവിടെ വന്നിട്ടുള്ളത്? വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ അലം യജിദക യതീമൻ ഫആവാ. നബിയെ, അനാഥനായല്ലേ അങ്ങിങ്ങോട്ട് വന്ന്? അങ്ങേക്ക് ഞാൻ അഭയം നൽകിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥനായാണ് ജനിക്കുന്നത്. ഇനി ആകെ ഉള്ളത് പിതാവിന്റെ കൂടി സ്നേഹം നൽകാൻ ഒരു ഉമ്മ മാത്രമാണ്. ആ ഉമ്മയാവട്ടെ 6 വയസ്സ് പ്രായമുള്ളപ്പോൾ വളരെയേറെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് ഈ ലോകത്തോടുള്ള പറയുന്നത്. സ്വന്തക്കാരായി മറ്റാരുമില്ലാത്ത സന്ദർഭം, അങ്ങകലേക്ക് അബവാറു എന്ന് പറയുന്ന മദീനക്കടുത്തുള്ള പ്രദേശത്തേക്ക് 6 വയസ്സുകാരനായ കൊച്ചുമകനെയും കൂട്ടി ആ ഉമ്മ പിതാവിന്റെ ഖബർ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയത്. അബ്ദുൽ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സന്ദർശനം നടത്തി തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ കൂടെ ബറക്കത്ത് എന്ന് പറയുന്ന ഒരു സഹോദരി വേലക്കാരി മാത്രമാണുള്ളത്. ആ സമയത്ത് വെച്ചാണ് ഈ കുടുംബിനോട് സയ്യിദത്തുനാ ബീവി ആമിന റളിയല്ലാഹു അൻഹാ എന്ന ഉമ്മ വിട പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വേദന എത്രയാണ്. അത് കഴിഞ്ഞ് സംരക്ഷിക്കാൻ തന്റെ വല്യുപ്പ തയ്യാറായി. ആ വല്യുപ്പയുടെ സ്നേഹം ഏറ്റുവാങ്ങി കൂടുതൽ കാലം ജീവിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് തന്റെ പിതൃ സഹോദരൻ അബൂ ത്വാലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിലാളിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ ഒരു അനാഥനായി പിറന്ന് ഉമ്മയുടെ പോലും സ്നേഹം കൂടുതൽ സ്വീകരിക്കാൻ സൗകര്യം ലഭിക്കാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ദുഃഖിച്ചു കഴിയുന്ന എല്ലാവർക്കും മാതൃകയാണ്. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ ഹബീബ് വിവാഹിതരാകുന്നത് 25-ാമത്തെ വയസ്സിലാണ്. കുടുംബത്തിന്റെ പ്രാരാബ്ദവും ജീവിതത്തിന്റെ ചുറ്റുപാടും ഒരാഡംബര വിവാഹത്തിനോ അതല്ലെങ്കിൽ ഒരു കന്യകയെ വിവാഹം ചെയ്യാനോ പറ്റിയ പരുവത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 40 വയസ്സ് പ്രായമുള്ള 1-ലധികം മക്കളുടെ മാതാവായ സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹായെ അവരെക്കാൾ
ഒരു വണ്ടി ഉണ്ട് അവിടെ പുറത്ത് 106568. ഈ വണ്ടി ഒന്ന് മാറ്റിക്കൊടുക്കുക. തന്നേക്കാൾ 15 വയസ്സ് കൂടുതലുള്ള ഒരു വിധവയെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മണവാട്ടിയായി കൂട്ടിക്കൊണ്ടുവരുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിലുള്ള വേദന നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ആ മഹദി വഫാത്താകുന്നത് വരെ വേറെ ഒരു ഭാര്യയെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇണയായി സ്വീകരിച്ചിട്ടില്ല. ബാക്കിയുള്ള ഭാര്യമാരൊക്കെ വരുന്നത് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം മാത്രമാണ്. ഇതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിലെ വേദന കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു 7 മക്കളെ കൊടുത്തു. 7 മക്കളിൽ 3 ആൺകുട്ടികളായിരുന്നു. ഒന്ന് ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം. ആ 3 ചെറിയ മക്കളും കുരുന്നുകളായ കാലത്ത് തന്നെ ഈ ലോകത്തോട് വിട പറയുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു പിതാവിന്റെ വേദന എത്രയായിരിക്കും. കുട്ടി എന്ന നിലക്ക് റസൂലുള്ളാഹിയുടെ സങ്കടം നമ്മൾ കണ്ടു. ഇനി ഒരു ഭർത്താവ് എന്ന നിലക്ക് നബി തങ്ങൾ ഒരു വിധവയെ, ഒന്നിലധികം മക്കളുള്ള ഒരു ഭാര്യയെ സ്വീകരിക്കേണ്ട ചുറ്റുപാടുണ്ട്. അതിലുണ്ടായ മക്കളാകട്ടെ 3 കുരുന്നു മക്കളായ ആൺകുട്ടികളും വളരെ ചെറിയ പ്രായത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിട പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞുപോയിട്ടുണ്ട്. സ്വഹാബാക്കൾ നബിയെ സമീപിച്ചു ചോദിച്ചു, നബിയെ അങ്ങനെ പറഞ്ഞത് മരണപ്പെട്ടതിന് പേരിൽ കരയാൻ പാടില്ല, നിങ്ങൾ എന്തിനു കരയുന്നു? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇതല്ല. നിലവിളിച്ച് അല്ലാഹുവിനെ ശപിച്ചുകൊണ്ടുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലാണ് ഞാൻ നിരോധിച്ചത്. ഈ കരച്ചിൽ അല്ലാഹു അവന്റെ അടിമകളുടെ മനസ്സിൽ കൊടുക്കുന്ന സ്നേഹത്തിന്റെ അടയാളമാണ്. അതാണ് കണ്ണുനീര് വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്റെ ഇബ്രാഹിം എന്ന ചോരപ്പൈതൽ മരണപ്പെട്ടപ്പോൾ. എന്നാൽ ഈ കുട്ടികൾ ഓരോന്നായി മരണപ്പെടുമ്പോൾ സാന്ത്വനത്തിന്റെ വാക്കുകൾ പറയാനോ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ കൈമാറാനോ ആ നാട്ടിൽ ആരും തയ്യാറായില്ലെന്നു മാത്രമല്ല, ഹബീബിന്റെ കുട്ടികൾ മരണപ്പെട്ടു പോകുമ്പോൾ അങ്ങാടികളിൽ ഹലുവ വാങ്ങി വിതരണം ചെയ്യുകയായിരുന്നു എതിരാളികൾ. എന്നിട്ട് അവർ പറഞ്ഞു, മുഹമ്മദിന് മക്കളുണ്ടാകുകയില്ല, കുറ്റിയേറ്റു പോകും, പിന്മുറക്കാരുണ്ടാകില്ല, ഇയാളുടെ ഏതാനും ആയുസ് മാത്രമേ ഈ ശല്യം ബാക്കി വരൂ എന്ന് പറഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചപ്പോൾ ആ ഹബീബിന് സാന്ത്വനം നൽകാൻ വേണ്ടിയല്ലേ ഇന്ന ശാനിക ഹുവൽ അബ്തർ, നബിയെ അങ്ങേക്ക് പിന്മുറക്കാരനില്ലെന്ന് അധിക്ഷേപിക്കുന്നവനാണ് സന്താനം കുറ്റിയേറ്റുപോയവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ആ രീതിയിൽ മറുപടി പറഞ്ഞു, ഇരുത്തിച്ചു കളഞ്ഞു. തീർന്നില്ല, 7 മക്കളുണ്ടായത് 6 മക്കളുടെയും മയ്യത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണേണ്ടി വന്നു. അവസാനം അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് ഒരൊറ്റ മകൾ സയ്യിദത്തുനാ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവർ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ വേദനയും ദുഃഖവും എത്രയാണ്. നമ്മളേതെങ്കിലും ഒരു കുട്ടി മരണപ്പെട്ടു പോയാൽ, ആരെങ്കിലും അപകടത്തിൽ പെട്ടുപോയാൽ, രോഗം പിടിപെട്ടുപോയാൽ നമ്മൾ എത്രമാത്രമാണ് ദുഃഖിക്കുന്നതെങ്കിൽ ഏത് പ്രയാസമുള്ളവരിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഏത് പ്രയാസമുള്ളവനും മാതൃകയില്ലേ. ആ ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്ര വലിയ പരീക്ഷണം അല്ലാഹു കൊടുത്തത് എന്തിനാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, അശദ്ദുൽ ബലാഇ അൽ അംബിയാഉ സുമ്മൽ അംസലു ഫൽ അംസൽ. അല്ലാഹുവിൽ നിന്ന് ഏറ്റവും അധികം വലിയ പരീക്ഷണങ്ങൾ നേരിടുക അല്ലാഹുവിന്റെ അംബിയാക്കളായിരിക്കും. പിന്നെ അവരെ പോലെ ജീവിക്കുന്ന ഔലിയാക്കളും ആലിമീങ്ങളുമായിരിക്കും. കൂടുതൽ നന്നാവാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് അല്ലാഹു കൂടുതൽ പരീക്ഷിക്കുക. എന്തിനു വേണ്ടി? അവർക്ക് അതിനുകൂടി പകരം പാരത്രിക ലോകത്ത് സ്വർഗം കൊടുക്കാൻ വേണ്ടിയാണ്. ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വേദനകൾ കൊടുത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ധാരാളം പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് അതൊക്കെ ഈ നൈമിഷികമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് പരലോക ജീവിതത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തുകയായി. ആ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതത്തിൽ എപ്പോഴും ആ രീതിയിൽ മാത്രമാണ് ചിന്തിച്ചിട്ടുള്ളത്. ഒരിക്കലാ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല തങ്ങൾ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുമായി ചെറിയൊരു പ്രശ്നമുണ്ടായ സന്ദർഭം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ടത് തിരുനബി തങ്ങളാണ്. അത് പ്രായോഗികമായി പഠിപ്പിക്കാനുള്ള അവസരം അവിടുത്തെ ജീവിതത്തിലും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു മാസക്കാലത്തോളം ഭാര്യമാരുമായി അവിടുന്ന് പിണങ്ങിക്കഴിഞ്ഞു. ആ സമയത്ത് സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന അറയിലേക്ക് കയറി ചെന്നേരം. അല്ലാഹുവിന്റെ ഹബീബിന്റെ കട്ടില് എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത്? ഈന്തപ്പന ഓലയുടെ മട്ടിൽ മുറിച്ചെടുത്ത് 4 കാലുകൾ നിലത്ത് കുളിച്ചിട്ട് ഉറപ്പിച്ചു നിർത്തിയത്. അതിന്റെ മേലെ മട്ടലുകൾ പാകി വെച്ചുകൊണ്ടാണ് കട്ടിലുണ്ടാക്കിയത്. അതിന്റെ മേലെ വിരിച്ചിട്ടുള്ള ബെഡ് ഈന്തപ്പന ഓല കൊണ്ട് നിർമ്മിച്ച കട്ടിയേറിയ പായയാണ്. തലയണയായി ഉപയോഗിക്കുന്നതിന്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ളത് ഈന്തപ്പന തടിയുടെ ഉള്ളിലുള്ള നാരുകളാണ്. കുപ്പായം അഴിച്ചു വെച്ച് തന്റെ ബെഡിൽ കിടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അവിടെ എഴുന്നേറ്റിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഈ സമയത്ത് നബി തങ്ങളെ ഒന്ന് നിരീക്ഷിച്ചു. അവിടുത്തെ പുറത്തതാ കിടന്ന പായയുടെ അടയാളം പതിഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ നേതാവായ അന്ത്യപ്രവാചകനായ അല്ലാഹുവിന്റെ ഹബീബായ മദീനയുടെ ഭരണാധികാരിയായ ഖാദിയായ ജഡ്ജിയായ ലക്ഷക്കണക്കിന് അനുയായികൾ എന്തു വേണമെങ്കിലും വാങ്ങിക്കൊടുക്കാൻ സന്നദ്ധരായുള്ള നേതാവ്. ആ നേതാവ് ഈ ലോകത്തു നിന്നും ഉപയോഗിച്ച അറയുടെ രൂപമാണിത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒന്നുകൂടെ നിരീക്ഷിച്ചു. റൂമിന്റെ ഒരു മൂലയിൽ ഇനി അവിടെ ഉള്ള ഉപകരണം ഒരു തോൽപാത്രമാണ്. അതിലൽപ്പം ശുദ്ധവെള്ളം കെട്ടിവെച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് ചെറിയൊരു സഞ്ചിയിൽ ഏതാനും യവമണികളുണ്ട്. വേറെ ഒരു പാട്ടയിൽ അവിടുന്ന് മിസ്വാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ട്. ഇതല്ലാത്ത മറ്റൊന്നും ലോകത്തിന്റെ നേതാവിന്റെ റൂമിൽ ഉപകരണങ്ങളായില്ല. അവിടുത്തെ അറയുടെ ചിത്രമാണിത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നബിയേ, അങ്ങ് കണ്ടില്ലേ ഫറോവമാർ, കിസ്റ രാജാക്കന്മാർ, കൈസർമാർ, പേർഷ്യയിലെയും റോമിലെയും ചക്രവർത്തിമാർ, അവര് താമസിക്കുന്നത് അമ്പലചുംബികളായ ആകാശം മുട്ടി നിൽക്കുന്ന കൊട്ടാരങ്ങളിലല്ലേ? അവർക്ക് ഉറങ്ങാൻ കൊട്ടിലുകളല്ലേ? താരാട്ടുപാടാൻ തോഴിമാരില്ലേ? അല്ലാഹുവിന്റെ ദൂതനായ അവിടുന്നല്ലേ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യം. അതുകൊണ്ട് അങ്ങേക്കൊരു നല്ല മെത്ത ഞങ്ങൾ വാങ്ങിത്തരട്ടെ നബിയേ. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, ഞാൻ ഈ ദുനിയാവിനെ കാണുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയോ? ഞാനൊരു യാത്രക്കാരനാണ്. ഒരു യാത്രക്കാരൻ ക്ഷീണിച്ച് അവശനാകുമ്പോൾ വഴിയിൽ കാണുന്ന ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നു. അയാൾക്ക് ആ മരച്ചുവടിനോടുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും? അതേ മനസ്സാണ് ഈ ദുനിയാവിനോട് എനിക്കുള്ളത്. ഞാൻ സ്വർഗ്ഗ യാത്ര പോകുന്നവനാണ്. ആ യാത്രകളെ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു മരത്തണൽ എന്നല്ലാതെ അതിനപ്പുറം ഞാൻ ഈ ദുനിയാവിനെ കാണുന്നില്ല. അതുകൊണ്ട് എനിക്കിവിടെ കൂടുതൽ മോടി വേണ്ട, പ്രൗഢി വേണ്ട എന്ന് പറഞ്ഞ് ദുനിയാവിനെ അവഗണിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ ജീവിക്കുന്നത് ഒരിക്കലും മനസ്സുകൊണ്ട് ഒന്നും ആസ്വദിച്ചിട്ടല്ല. എപ്പോഴും അവിടുത്തെ ചിന്ത ആഖിറത്തിലേക്കാണ്, പരലോകത്തേക്കുള്ള മനസ്സോടെയാണ് ആ ദുനിയാവിൽ അവിടുന്ന് ജീവിച്ചിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മാതൃകയില്ലേ പ്രിയപ്പെട്ടവരെ? എന്റെയും നിങ്ങളെയൊക്കെ സ്ഥിതി എന്താണ് ഇന്ന്? പ്രത്യേകിച്ച് ഗൾഫുകാരന്റെ അവസ്ഥ. കേരളത്തിൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച്, ഔദ്യോഗിക കണക്കനുസരിച്ച് 18.5 ലക്ഷം മലയാളികളാണ് അത്രേ ഇവിടെ ജോലി ചെയ്യുന്നത് വിദേശ രാജ്യത്ത്. ഈ മലയാളികൾ ഓരോ വർഷവും നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന തുക 18,000 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ കേരളത്തിന്റെ ബജറ്റിലേക്ക് കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നതിന്റെ 7 ഇരട്ടിയാണ്
ഇവിടുന്ന് മലയാളികൾ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടാക്കുന്ന പണം അറിയാത്ത നമ്മൾ ആരോട് പറയണ്ട. സ്വകാര്യ കോയിലിൻ്റെ കൂടെ ആക്കുന്ന മാത്രമല്ല, ഒരു വർഷത്തെ സമഗ്ര വികസനത്തിന് എന്ന് പറഞ്ഞ് നമ്മളെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് അടക്കുന്ന തുകയുടെ 2 ഇരട്ടിയിലധികമാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന പണം. ഈ പണം യഥാർത്ഥത്തിൽ നിർമ്മാണാത്മകമായ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അമേരിക്കയെ പോലും വെല്ലുന്ന വികസിത പ്രദേശമായി നമ്മളെ കേരളം മാറണമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. എന്നാൽ കേരളത്തിന്റെ സ്ഥിതി കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞ മാതിരി ഇപ്പോഴും അങ്ങനെ. എന്തുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നില്ല? ഇത്രയും വലിയ തുക എന്താണ് കേരളീയം ചെയ്യുന്നത്? അതിനൊരൊറ്റ മറുപടി അല്ലത് ദൂർത്തടിച്ച് തീർക്കുന്നു. ആ ദൂരത്തിൽ തന്നെ ഏറ്റവും അധികം നമ്മൾ ദുരുപയോഗം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? വീടുണ്ടാക്കാൻ വേണ്ടി. നമ്മൾ ഓർക്കണം, നമ്മൾ ഏത് സമുദായമാണ്? നമ്മൾ ഈ പരിചയപ്പെടുത്തിയ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ്. നമ്മളെ ലക്ഷ്യബോധമില്ലാത്ത ഹൃദയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല അത് ഭവന നിർമ്മാണമാണ്, അറ നിർമ്മാണമാണ്. കണ്ണൂർ ഭാഗത്തൊക്കെ പോയാൽ അത്ഭുതപ്പെട്ടു പോകും. ലക്ഷങ്ങളെ മേലോട്ടാണ് അറ. കബറിൽ കിടക്കാനുള്ള നമ്മളെ അവിടെ ചെറിയ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടായാൽ ചൊടിച്ച് ഇറങ്ങിപ്പോയില്ലേ പുതിയാപ്പിള. ഏത് സമുദായം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായമാണ് നമ്മൾ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദുശ്ശീലമാണ്. നമ്മൾ മാറ്റാൻ തയ്യാറാണ്. വീട് നിർമ്മാണത്തിൽ നമ്മളൊന്ന് രണ്ടാമത് പുനരാലോചന നടത്താം. ഇവിടെ നാട്ടിൽ നിന്നൊരു പേരോ ഒരാൾ വന്നതെന്ന് പറയണം. ഇനി എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അറബിയുടെ വീട്ടിൽ പാത്രം കഴുകലാ ജോലി. അവനും നാട്ടിലൊരു കൊലവാണല്ലോ, എല്ലാവർക്കും വേണ്ടല്ലേ നമുക്ക് ഹൈറായ വീട് നൽകുമാറാകട്ടെ. എന്നാൽ ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരുങ്ങുന്നവന്റെ മനസ്സിലുള്ള പ്ലാൻ ഏതാണ്? ഓന്റെ അർബാബായ അറബിയുടെ വീടിന്റെ പ്ലാനാണ്. പണിയോ അവിടെ പാത്രം തള്ളുകയാണ്. എന്നിട്ട് പോയിട്ട് അതിനനുസരിച്ച് ഒരു തറയിൽ കെട്ടി വരിക. ചുമര് കെട്ടാൻ കഴിയോ? അല്ല, എന്തെങ്കിലും വൈകാറില്ല എന്ന് പറഞ്ഞ് കള്ളിയും വാങ്ങി അവസാനം 10-20 കൊല്ലം കൊണ്ട് ഒരു വീടിന്റെ പണി പൂർത്തിയാക്കി നാട്ടിൽ റൂജടിച്ചു പോയാൽ പിന്നെ അത് വൈറ്റ് വാഷ് ചെയ്യാൻ വേറെ പിരിവെട് കണ്ടിട്ട് വരുന്നില്ല. ആ കോലത്തിലുള്ള സ്ഥിതിയാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്നത്. ലക്ഷറി സ്വഭാവമുള്ള ആഡംബര ഭവനങ്ങൾ നിർമ്മിക്കുന്നതിൽ കേരളത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഗൾഫ് പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്. ആ പഠന റിപ്പോർട്ട് കാണിക്കുന്നത്. അതിൽ തന്നെ ഹൈന്ദവ വിഭാഗം 18% മാത്രമാണ്. ക്രൈസ്തവർ 25%. 35-ന്റെ മുകളിലാണ് മുസ്ലിംകൾ ആഡംബര സ്വഭാവമുള്ള ഭവനം നിർമ്മിക്കുന്ന വിഷയത്തിൽ. നമ്മളാണ് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളെ അല്ലാഹു എല്ലാ വിഭാഗങ്ങൾക്കും നന്മ പഠിപ്പിക്കാൻ വേണ്ടി, തിന്മ നിരോധിക്കാൻ വേണ്ടി പറഞ്ഞേച്ച ഉത്തമ സമുദായമാണെന്നാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഈ അധ്യാപനം നമ്മളെ നോക്കി തിരിഞ്ഞുകുത്തുന്നില്ലേ? നമ്മുടെ വീട് നിർമ്മാണത്തിന്റെ വിഷയത്തിൽ നമ്മളൊരു പുനരാലോചന നടത്തണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവുമായി അവിടെ നമ്മളെ ബന്ധപ്പെട്ടിട്ടുള്ളൂ. അവിടുന്ന് ആ രീതിയിലാണ് ചിന്തിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മളെ നന്നാക്കി തരുവാനാകട്ടെ. ഈ ദുർവ്യയത്തിന്റെ ഉപോൽപ്പന്നങ്ങളായി പലതും നമ്മുടെ സമൂഹത്തിലേക്ക് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം പറയട്ടെ. ഈ അടുത്ത് ഒരു സുഹൃത്ത് കല്യാണത്തിന് ക്ഷണിച്ചൊരു കത്ത് നല്ലൊരു 1-ാം തരം കവറിന്റെ ഉള്ളിൽ പൊതിഞ്ഞി എടുക്കാൻ മാത്രമാണ്. തുറന്നു നോക്കുമ്പോഴേ രാഷ്ട്രപതിക്ക് കൊടുക്കുന്ന ഒരു മെമ്മോറാണ്ടത്തിന്റെ ശൈലിയാണ്. അപ്പൊ നോക്കുമ്പോ കല്യാണത്തിന്റെ കത്ത സ്വർണ്ണ ലിപിയിൽ തിളങ്ങുന്ന പേപ്പറിൽ മുകളിൽ വരന്റെയും വധുവിന്റെയും പേര്, എന്നിട്ട് കല്യാണത്തിന് ഇംഗ്ലീഷിൽ ക്ഷണിക്കുകയും ചെയ്തു. നമ്മൾ പുതിയൊരു സംസ്കാരമാണ്. ആരെയും ക്ഷണിക്കുന്ന മലയാളം തന്നെ വായിക്കാൻ അറിയാത്ത ഉമ്മാരൊക്കെ കൊണ്ട് കൊടുക്കാൻ ഇംഗ്ലീഷിൽ കല്യാണത്തിന്. അത് നോക്കിയിട്ട് അവസാനം അല്ല മോനെ ഇനി പറ കല്യാണം എന്നാണ് വേറെ പറയുന്നത്. കാരണം ഇത് വായിച്ചിട്ടിരിക്കോ? നമ്മളെ അഹങ്കാരാണ്. ഏതോ ആവട്ടെ. ഞാൻ ഇവനോട് ചോദിച്ചു, അല്ല മോനെ എത്ര ഉറുപ്പ്യ വരും ഈ കത്തിന്? മോനെ അത് പഠിച്ചൊന്നും വരില്ല, 10 രൂപ. ഒരു കത്തിന് 10 രൂപ. എത്ര അടിച്ച് 1000 അടിച്ചിട്ടുണ്ട്, 1000 കൂടി വേണ്ടി വരും എന്നാ തോന്നുന്നത്. കല്യാണത്തിന് ക്ഷണിക്കാനുള്ള കത്തിന് 20,000 രൂപ. ഇത് എവിടുന്നാ കിട്ടുക? അതൊക്കെ സ്ത്രീധനത്തിന്റെ തുകയിൽ ഉൾപ്പെടുത്തുകയാണ്. ഒരുപാട് പദ്ധതിയുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ കുട്ടികളോട് ചോദിക്കും, എന്താണ് എന്റെ പണി? ഞാൻ അടുത്ത് പോവാണ്.
എടുക്കാൻ കൊടുത്തു. ഗൾഫ് പോകാൻ നിൽക്കാണോ? ഒക്കെ റെഡിയാ, മുഴുവൻ റെഡി. 2 പേപ്പറോട് ക്ലിയർ ആ ഉടനെ ഞാൻ കൊടുത്തിട്ട് അതാ ഇന്ന് പാസ്പോർട്ടും മറ്റൊന്ന് വിസ, ബാക്കിയൊക്കെ റെഡിയായി ഇങ്ങനെ കാർഡ് എടുക്കാൻ ഞാൻ വിസ എങ്ങനെ കിട്ടുക? അതിന് പരിപാടി ചെറിയൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിസ അവിടുന്ന് കിട്ടുക. പാസ്പോർട്ട് കഴിഞ്ഞിട്ട് തുക ദേശം നേരത്തെ വാങ്ങിയിട്ട് എടുക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞ് ഉടനെ പോകാൻ പറ്റില്ല, 2 മാസം കഴിഞ്ഞിട്ടല്ലേ പോകാവും. അതുവരെ ഒരു 2 വീലർ കൂടി അതിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനെ പെങ്ങളുടെ കല്യാണം കൂടെ ഉള്ളത് കൊണ്ട് ചെറിയൊരു തുക അതിലേക്കും വേണം. അങ്ങനെ ഒക്കെ പാടെ കണക്കൂട്ടി ബജറ്റ് തയ്യാറാക്കിയിട്ടാണ് ഈ 5 ലക്ഷം 4 ലക്ഷം ഉള്ളത് പറയുന്നത്. ഇതാ നമ്മുടെ സ്ഥിതി. എന്നിട്ട് ഇവിടെ വന്ന് ഈ രീതിയിൽ കഷ്ടപ്പെട്ട് സുലൈമാനി ഓപ്പറേറ്റർമാരായിട്ട് നമ്മൾ നിലകൊള്ളുകയാണ്. അല്ലാഹു തആല നമ്മൾ നന്നാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയ ചെലവ് വരുത്തി വെക്കാൻ, കല്യാണത്തിന് ക്ഷണിക്കാൻ 20,000 രൂപയുടെ കത്ത് മാത്രമല്ല. ഇതുകൊണ്ട് കഴിഞ്ഞില്ല, വേറെ ഉണ്ടായ ഒരു സംഭവം പറയട്ടെ. ഒരു കല്യാണം നടക്കുമ്പോൾ നാട്ടിലൊക്കെ സ്ഥിതി സാധാരണ നമ്മൾ ഗൾഫുകാരെ പ്രത്യേകിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരാചാരം എന്താണെന്നറിയോ? കല്യാണത്തിന്റെ പരസ്യം പത്രത്തിൽ കൊടുക്കും, ഓരോ ഫോട്ടോവും കൊടുക്കും. നമ്മുടെ നാട്ടിലെ മുത്തച്ഛി പത്രങ്ങളിൽ ഇത് വരണമെങ്കിൽ ഫസ്റ്റ് പേജിൽ വരണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം, 10,000 കൊടുക്കണം. അത് കൊടുത്തിട്ടാണ് പരസ്യം. ഒരു സുഹൃത്ത് ഇതുപോലെ കൊടുത്തു. ഓൻ തന്നെ പത്രം വാങ്ങി രാവിലെ കല്യാണ പന്തലിൽ കൊണ്ടിട്ടു. കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ആദ്യം തന്നെ ഫസ്റ്റ് പേജിൽ എന്റെയും ഭാര്യന്റെയും ഫോട്ടോ വരിക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വലിയ അപകടമായി മരിക്കണം, അല്ലെങ്കിൽ ഈ കോലത്തിൽ പൈസ കൊടുത്ത് വരണം. ഈ 2000 നിരക്കല്ലേ വരുള്ളൂ. അപ്പൊ സന്തോഷത്തോടുകൂടി ഓൻ വാങ്ങി കൊണ്ടുപോയിട്ട് കല്യാണപ്പുരയിൽ ഇട്ട് നോക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് പരമാവധി കൂട്ടുകാരെ കളിയാക്കാൻ കിട്ടുന്ന ഒരു ദിവസമാണല്ലോ ഈ കല്യാണത്തിന്റെ അന്ന്. ആ കോലത്തിൽ വന്ന് ഇങ്ങനെ ചർച്ച തുടങ്ങി. ഓളങ്ങൾ എടുത്ത് വെച്ച് ഫോട്ടോ വെച്ച് എടുത്ത് ചോദിച്ചു, അല്ല എന്നാ എനിക്ക് 2-3 കൊല്ലായാലും പൊന്നും തെരഞ്ഞെടുക്കുന്നത്? അതെ, അതാൾക്ക് കിട്ടിയത് ഇന്ന് തൊള്ള നോക്കിയ കരിപ്പ് ഓട്ടോ വെച്ച മാതിരി, വേറെ നേരം പല്ലിലാക്കി തക്കാളി വീട്ടിൽ ഔട്ടി പൊളിച്ച മാതിരി. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നും പറയാൻ. അപ്പം തന്നെ ഓന്റെ മനസ്സിൽ സെലക്ഷൻ ശരിയായില്ലേ, ഇത് പാളിപ്പോയോ, ഇങ്ങനെ തോന്നുന്നതന്നെയാണ്. പിന്നെ നിരന്തരം ഇത് തന്നെയാണ് പരിപാടി. നിക്കാഹിന് വേണ്ടി പോകുമ്പോ വാഹനത്തിൽ ഇത് തന്നെയാണ്. അതുപോലെ നിക്കാഹ് ചെയ്യാൻ നോക്കുമ്പോൾ എടുത്തും ചോട്ട് വെറുതെ കളിയാക്കാൻ വേണ്ടി. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ നേരെ എടുക്കാൻ കയറുന്നത് ഇത് കഴുത്തിൽ കെട്ടി കൊടുക്കാൻ വേണ്ടി പോവാ. അതിന്റെ കൂടെ കയറുക 3-4 ആൾക്കാർ നാട്ടിലൊക്കെ പോ. അവിടൊക്കെയാണ് നട്ടൽ ഉയർത്തിപ്പിടിച്ച് നമ്മൾ പറയണം, ഞങ്ങളുടെ നാട്ടിൽ ഈ സംസ്കാരമല്ല. ഒരാളെ ഭാര്യയ്ക്ക് മാല കെട്ടി കൊടുക്കാവുമ്പോൾ കൂടെ നാലെണ്ണം പോവാ. നമ്മളായ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ മാന്യതയില്ലാത്ത സംസ്കാരം. എന്നിട്ട് അവിടെ പോയിട്ട് ഇത് തന്നെ പറയാം. എന്നിട്ട് എന്ത് ചെയ്തു പറയോ? കല്യാണം കഴിഞ്ഞ് നിക്കാഹും കഴിഞ്ഞ് താലിയും കെട്ടിക്കൊടുത്ത് തിരിച്ചു വന്നു നോക്കും, പുതിയാപ്പള കാണുന്നില്ല. പുതിയതിനാണെങ്കിൽ ഇവരൊക്കെ പാടെ കൂട്ടിക്കൊണ്ടുവന്ന് അറയിലാക്കുകയും ചെയ്തു. രാത്രി വളരെ വൈകിട്ടും ഭർത്താവിനെ കാണുന്നില്ല. 1 മണിക്ക് മംഗലാപുരത്തുള്ള ഒരു ഫോൺ, ഹലോ ഞാൻ ഇവിടെ ഉണ്ട്. പുതിയാപ്പള പറയാ, ഈ അവിടെ നിന്നാ ഒരുപാട് വരണ്ടേ, ഒരുപാട് കാത്തിരുന്നു. അപ്പൊ ഓൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാൻ പക്ഷെ ഒരൊറ്റ ശബ്ദങ്ങളോടെ ഓളാടെ കൊണ്ടാക്കണം. എന്താണ് ഈ പറയുന്നത്? അപ്പൊ പറഞ്ഞു, നാട്ടുകാർ മുഴുവൻ പറയുന്നു, കൂട്ടുകാർ മുഴുവൻ പറയുന്നു, ആ പെണ്ണിനെ എനിക്ക് പറ്റൂല. ഇനി ഞങ്ങൾ ഒന്നിച്ച് കടന്നുറങ്ങിപ്പോയാൽ പിന്നെ അത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ഉണ്ടായിക്കളെ, ഏറ്റവും നല്ലത് അതാണ്. അവസാനം ആ പ്രശ്നം പരിഹരിച്ചത് 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ടാണ്. അത് ആലോചിച്ചു. അഹങ്കാരത്തിന്റെയും ആ ദുർവിനിയോഗത്തിന്റെയും സാമ്പത്തിക ദുർവിനിയോഗത്തിന്റെയും ദുരന്തമായി നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ദുർവ്യയം ശീലിച്ചു പോകരുത്. ഇന്നൽ മുബദ്ദിലീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി ഗഫൂറാ. ദുർവ്യയം ശീലിക്കുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ്. പിശാചാകട്ടെ അല്ലാഹുവോട് നന്ദി കെട്ടവരാണ്. ആ നന്ദി കെട്ട സ്വഭാവമാണ് സമ്പത്ത് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് എന്ന് അല്ലാഹു പറയുന്നു. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. വരവും ചെലവും നോക്കാതെ നമ്മൾ ഒരിക്കൽ വരവ് നോക്കാതെ ചെലവ് ചെയ്യുന്ന ശീലക്കാരായി നമ്മൾ മാറാൻ പാടില്ല. ഇന്ന് കേരളക്കാർക്ക് പറ്റിയ അബദ്ധത, നമ്മൾ ഉപഭോഗ സംസ്കാരത്തിന്റെ ആളുകളായി മാറി. നമ്മളതിന് കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലൊരു അരി കിട്ടണമെങ്കിൽ വാസന ഇല്ലാത്ത ചേരിയും പാമ്പും ഇല്ലാത്ത 25 രൂപയോട് കൊടുക്കണം. വളരെ കഷ്ടപ്പെടാം. കാരണം എന്താ? നമുക്ക് കഴിക്കാൻ മാത്രമുള്ള അരി നമ്മൾ ഉണ്ടാക്കുന്നില്ല. ഉള്ള പാടം മുഴുവൻ മണ്ണിട്ട് കൊടുത്തു. ഒരു നിർമ്മാണ പ്രവർത്തനം നമ്മളെ കേരളത്തിൽ കേരളീയർ നടത്തുന്നില്ല. പണ്ടൊക്കെ നമ്മള്
വീട്ടുമുറ്റത്ത് ഒരു കവുങ്ങുമെന്ന് പട്ട വീണാൽ ഉമ്മ പറയാ ഇട്ടുകൊണ്ടാണ്. അത് കൊണ്ടുകൊടുത്താൽ പാള മുറിച്ചിട്ട് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ കുളിപ്പിക്കാൻ അത് ഉപയോഗപ്പെടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അടിക്കാട്ട് വാരിയിരുന്നത്. അതുകൊണ്ട് ആ വേനൽക്കാലത്ത് വിശറി ഉണ്ടാക്കിയിരുന്നത്. വീടിന് ചോർച്ച വന്നാൽ അത് വെച്ചു കൊടുത്താൽ 6 മാസം വീട് കിട്ടും. ഇങ്ങനൊക്കെ ഉപയോഗിച്ചു. അതിന്റെ പട്ട കൊണ്ട് ചൂടുണ്ടാക്കി അട്ടത്തിട്ടാൽ അതെടുത്ത് ആദ്യം ഉള്ളിലൊക്കെ അടിക്കാൻ ഉപയോഗിക്കും. പിന്നെ കുറ്റിച്ചൂരായാൽ പുറത്തേക്ക് മുറ്റടിക്കാൻ ഉപയോഗിക്കും. ഇതായിരുന്നു സംവിധാനം. ഇപ്പോഴോ അങ്ങാടി പോകുമ്പോൾ ഭാര്യ പറയാം, ഇപ്പൊ ചൂരുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ അങ്ങാടി പോയിട്ട് ചൂര് വാങ്ങി. ഏത് ചൂര്? നമ്മളെ പറമ്പിലേതാ വീണെടുക്കുന്ന 100,000 തെങ്ങിന്റെ പട്ട, അതിന്റെ വീണെടുത്ത് ഒരു കയറുകൊണ്ട് കെട്ടിയിട്ട് 10 രൂപ. അത് പുരന്ന് ഉണ്ടാക്കാൻ നമ്മൾക്കാവില്ല. അത് അങ്ങാടി പോയിട്ട് ചൂര് ചുമന്ന് ഞാനും മുഴുവില്ല. ഇതാ ഉപഭോഗ സംസ്കാരത്തിന്റെ വഷളായ ഒരു ചെറിയ ഉദാഹരണം. ഒരു സാധനം നിർമ്മിക്കാൻ നമുക്കറിയില്ല, വാങ്ങി ഉപയോഗിക്കുക. അങ്ങനെ മീഡിയകളിലൂടെ പല പരസ്യങ്ങളും ചെയ്യുമ്പോ വരവുണ്ടോ ഇത് നോക്കുന്നില്ല. ആരും വിളിച്ചാൽ അത് വേണം ഇത് വേണം, ഇപ്പൊ എന്തെങ്കിലും അതാ ഉപയോഗിക്കുന്ന പോയ പെണ്ണുങ്ങൾ വല്ല പണിയുണ്ടോ? ഒരു പണിയില്ല. തൊക്കില മണ്ണാക്കമ്മ അയച്ചു പോകാനെങ്കിലും ഇരിക്കണം എന്നൊക്കെ പണ്ട് ഉമ്മമാര് പറയരുത്. ആകെ പെണ്ണുങ്ങൾക്കുള്ളത് ചൂണ്ടുവരും. അലക്കാൻ അത്, വെള്ളം കോരാൻ അത്, വേറെ ഒരനക്കം ഒരാക്കൂല. അതുകൊണ്ട് ഇരട്ടിക്കറ്റ് രോഗവും പ്രയാസവും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നമ്മളൊരു മാറി ചിന്തിക്കാൻ തയ്യാറാകണം. സമ്പത്തിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ വിഷയത്തിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച വരവ് നോക്കിയിട്ട് ചെലവ് ചെയ്യുന്ന ഒരു രീതി, ആഡംബര ശൈലി മാറ്റുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അവിടുത്തെ ഏറ്റവും വലിയ സ്ഥാനത്ത് എത്തിയ സമയത്തൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ളത്. ഒരു നാടിന്റെ ഭരണാധികാരിയായ സമയത്താണ് നബിതങ്ങൾ അന്തിയുറങ്ങുന്ന വീടിന്റെ ഈ സ്വഭാവം നമ്മൾ കണ്ടതെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മാതൃകാ പുരുഷൻ. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഇനി നോക്ക്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ഹിജ്റയുടെ 8ാമത്തെ വർഷം 7ാമത്തെ വർഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് ഒരു ആയത്തിറങ്ങുന്നു, സൂറത്തിറങ്ങുന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിന്റെ സഹായം വരികയും അങ്ങേ ആട്ടി ഓടിച്ച മക്കയില്ലേ അത് അങ്ങേക്ക് കീഴ്പ്പെടുകയും ചെയ്താൽ വറഅയ്ത അന്നാസ്, ജനങ്ങളെ നിങ്ങൾ കാണുകയും ചെയ്താൽ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, കൂട്ടം കൂട്ടമായും പരസ്യമായും ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകുന്ന രംഗം വന്നു കഴിഞ്ഞാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ, പിന്നെ നിങ്ങൾ കൂടുതൽ തസ്ബീഹും തഹ്ലീലും ഇസ്തിഗ്ഫാറും ചൊല്ലി അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കണം നബിയേ. ഹിജ്റ 7ാമത്തെ വർഷം 8ാം വർഷത്തിൽ വരാനിരിക്കുന്ന മക്ക ഫത്ഹിനെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു ഈ ആയത്തിറക്കിയതോടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കുകയാണ്. ദുനിയാവുമായി അവിടുത്തെ മനസ്സിന്റെ ബന്ധം വിടുകയാണ്. ഇതും മനസ്സിലാക്കിയ തന്റെ ഉറ്റമിത്രമായ കൂട്ടുകാരൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഉറക്കിലും ഊണിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ പങ്കാളിയായതുകൊണ്ട് തന്നെ നബി തങ്ങളെ മനസ്സ് വായിക്കാൻ അറിയുന്ന നേതാവാണ്. ഈ സൂറത്തിറങ്ങിയപ്പോഴാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ഈ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് മഹബത്ത് കൂടുക, നബി തങ്ങൾ വിട പറഞ്ഞു പോകുമോ ആ പേടിയിൽ കരയുകയാണ്. പിന്നീടതാ മക്കം ഫത്ഹ് കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ ജനങ്ങളെല്ലാം, പ്രത്യേകിച്ച് അറബ് ലോകം, ഓരോരോ ഗോത്രങ്ങൾ ഒന്നായി ഒന്നായി ഇസ്ലാമിലേക്ക് വരികയാണ്. അങ്ങനെ അതാ ഹിജ്റയുടെ 10ാമത്തെ വർഷം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരം. ഇനി നിസ്കാരം പഠിപ്പിച്ചു കഴിഞ്ഞു, നോമ്പും സക്കാത്തും പഠിപ്പിച്ചു, മറ്റുള്ള കർമ്മങ്ങളെല്ലാം ജനങ്ങളെ പഠിപ്പിച്ചു. ഇനി ബാക്കിയുള്ളത് ഹജ്ജ് പഠിപ്പിക്കലാണ്. അതുകൊണ്ട് പരമാവധി മുഅ്മിനീങ്ങളെ ഒരുമിച്ച് കൂട്ടി
കൂടെ കൊണ്ടുപോയി മക്കയിൽ കൊണ്ടുപോയി ഹജ്ജ് നിർവഹിച്ചു കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി റസൂലുള്ളാഹി വിളംബരപ്പെടുത്തി. എല്ലാ നാടുകളിലും ഗ്രാമങ്ങളിലും വിളംബരമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 10-ാം വർഷത്തിൽ ഹജ്ജിന് പോകുന്നു. പോകാൻ താല്പര്യമുള്ള സർവ്വ ആണുങ്ങളും പെണ്ണുങ്ങളും മദീനയിലേക്ക് വരണം. ഒന്നിച്ചൊരു യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളംബരം എല്ലാ ഗ്രാമങ്ങളിലും മുഴങ്ങി. ജനങ്ങൾ മലകൾ താണ്ടി മൺപ്രദേശങ്ങൾ താണ്ടി മദീനയിലേക്ക് ഒഴുകി. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ അതാ 1,14,000-ഓളം വരുന്ന സ്വഹാബിമാർ മക്കയിലേക്ക് ഒരു മലവെള്ളപ്പാച്ചിൽ കണക്കെ ഒരു അരുവി ഒഴുകുന്നത് പോലെ മക്കയിലേക്ക് ഒഴുകുകയാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹുലൈഫയിലെത്തിയപ്പോൾ അവിടെ യാത്രക്കാരെ മുഴുവനും ഇറക്കി. അവിടെ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് മക്കയിലേക്ക് അതാ ഇഹ്റാമിന്റെ തുണി ധരിച്ച് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. പ്രകമ്പനം കൊള്ളിക്കുന്ന ശബ്ദമാണ്. മണൽ തരികൾ പോലും കോരിത്തരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും മക്കയിലേക്ക് വരുന്നു. ദുൽഹിജ്ജ 4-ാം തീയതി അവർ മക്കയിലെത്തുന്നു. കുട്ടിക്കാലം മുതൽക്കേ കളിച്ചു നടന്ന മക്കയോട് വിട പറഞ്ഞ നിരവധി പേർ ആ കൂട്ടത്തിലുണ്ട്. മുഹാജിരീങ്ങളുണ്ട്. മക്ക ഒരിക്കൽ പോലും കാണാൻ ഭാഗ്യം ലഭിക്കാത്ത 10,000-ങ്ങളുണ്ട്. അവരെല്ലാം ഈ ലോകത്ത് ആദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ അമ്പിയാക്കളിലൂടെ നിർമ്മിക്കപ്പെട്ട വിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്ത് വന്ന് ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് വിശുദ്ധ കഅബയെ വലയം വെച്ച് ഖുദൂമിന്റെ തവാഫ് ചെയ്തു. പിന്നീട് അവരെല്ലാം സഅയ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ചരിത്രങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു. ഹജറുൽ അസ്വദിനെ പറ്റി, മഖാം ഇബ്രാഹിമിനെ പറ്റി, സഫയെ പറ്റി, മർവയെ പറ്റി, അതുപോലെ അറഫകളെ സംബന്ധിച്ച് നബിതങ്ങൾ പരിചയപ്പെടുത്തി. എല്ലാവരും തിരുനബിതങ്ങളിലൂടെ ഖുദൂ അന്നീ മനാസികകും, നിങ്ങളെ ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത് ദുൽഹിജ്ജ 9-ന്റെ അന്ന് പരിശുദ്ധമായ അറഫ മൈതാനിയിൽ ജബലുർ റഹ്മയുടെ മുകളിൽ കയറി തന്റെ ഒട്ടകത്തിന്റെ പുറത്ത് കയറി നിന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ ചരിത്ര പ്രസംഗം നടത്തുന്നു. അവിടുന്ന് ആദ്യമായി പറഞ്ഞു, ഒരു പക്ഷേ അടുത്ത വർഷം ഞാൻ നിങ്ങളെ കൂടെ ഇവിടെ ഹജ്ജിനുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കുക. സ്വഹാബത്തുകളായ ഒരു ഈച്ച പറഞ്ഞാൽ അതിന്റെ ശബ്ദം പോലും കേൾക്കുന്ന രീതിയിൽ അടക്കത്തോടെ അവരെ തലയിൽ ഒരു പക്ഷിയിരിക്കുന്നു. അത് ഇറങ്ങിയാൽ പറന്നു പോകുമെന്ന പേടിയോടെ പക്ഷിയെ പറപ്പിക്കാതെ സൂക്ഷിച്ചിരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗം കേട്ടുകൊണ്ട് സ്വഹാബാക്കളിൽ അവിടുന്ന് എല്ലാ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടത്തി. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരുന്നതിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി. അതുപോലെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ സംബന്ധിച്ച്, പലിശയുടെ കെടുതിയെ സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ സ്വഹാബാക്കൾക്ക് വലിയ സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ വെച്ചിട്ടില്ലല്ലോ, എല്ലാം പഠിപ്പിച്ചിട്ടില്ലേ. അങ്ങനെ നബി തങ്ങൾ സ്വഹാബാക്കളോട് ചോദിച്ചു, അലാ ഹൽ ബല്ലഅതു, ഓ സഹോദരന്മാരെ, ഞാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചത് നിങ്ങളെ തിരിച്ചേൽപ്പിച്ചിട്ടില്ലേ? സ്വഹാബാക്കൾ ഏക സ്വരത്തിലതാ അവർ വിളിച്ചു പറയുന്നു, ബലാ അത് അദ്ദൈതല്ലമാന വബല്ലഅതൽ റിസാല. നബിയെ, അല്ലാഹു അങ്ങേ കയ്യിൽ ഏൽപ്പിച്ചത് അങ്ങ് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. ഉടനെ അല്ലാഹുവിന്റെ റസൂലതാ വിരലുത്തും ഉയർത്തിപ്പിടിച്ചു പറയുന്നു, പടച്ചവനെ, നീ ഇതിന് സാക്ഷിയാണ്, നീ ഇതിന് സാക്ഷിയാണ്, നീ ഇതിന് സാക്ഷിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗമതാ കേട്ട് സന്തോഷിക്കുകയാണ് സ്വഹാബാക്കൾ. ആ കൂട്ടത്തിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെയതാ ഒരു മനുഷ്യനെ ഏങ്ങി കരയുകയാണ്. അതാരാണെന്നറിയില്ലേ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങളുടെ മനസ്സിനെ അലട്ടുന്നത് ആദ്യം പറഞ്ഞ വാചകമാണ്, അടുത്ത വർഷം ഒരുപക്ഷെ നിങ്ങളെ കൂടെ
ഹജ്ജിന് ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വേർപാടിനെ കുറിച്ച് ചിന്തിച്ച് സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പ്രസംഗം കഴിഞ്ഞു. അവിടെ വെച്ചതാ മിനായിലേക്ക് വന്നു. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് അറബ് നടത്തുന്നു. 63 ഒട്ടകങ്ങൾ, ഒരു വയസ്സിന് ഒരു ഒട്ടകം എന്ന തോതിൽ അവിടുത്തെ ആയുഷിന്റെ അവസാനത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് 63 ഒട്ടകങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ധ്യാനം നൽകി. ഇനി അല്ലാഹുവിന്റെ ഹബീബ് മുടി കളയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം ഇവിടെ ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ തന്റെ എന്തെങ്കിലും ഒരു ബറക്കത്ത് തന്റെ സ്നേഹിതന്മാരായ സ്വഹാബാക്കൾക്ക് കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ടതാ ആ മുടി മുഴുവനും കയ്യിലേൽപ്പിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, ഇത് ജനങ്ങൾക്ക് വിതരണം നടത്തുക, സ്വഹാബാക്കൾക്ക് വീതിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കൂര് ഒരുപാടിന്റെ മുമ്പ് നബി തങ്ങളെ ഓർമ്മ നിലനിർത്താൻ അവിടുത്തെ ബർക്കത്തിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടിയ സ്വഹാബാക്കൾക്ക് തന്റെ വഫാത്തിന് ശേഷവും ബർക്കത്തെടുക്കാൻ വേണ്ടി തിരുകേശം പോലും സ്വഹാബാക്കളെ ഏൽപ്പിച്ച് എല്ലാ സൂചനകളും നൽകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുടി കളഞ്ഞ് സ്വഹാബാക്കളോട് പറഞ്ഞു, ഇതാ ഹജ്ജ് പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു, ഇനി ഓരോരുത്തർക്കും അവരവരുടെ നാടുകളിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഓരോ ഗോത്രങ്ങളും ഓരോന്നിനും പുറകെ ഒന്നായി വന്നുകൊണ്ട് യാത്ര പറയുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഓരോ വാക്കുകൾ പറയുമ്പോഴും വേദനയുടെയും ഒരുപാടിന്റെയും ദുഃഖത്തിന്റെ കണ്ണീരിൽ ചാടിച്ച വാചകങ്ങളാണ്. ഓരോ ഗോത്രക്കാരും നബി തങ്ങളോട് സങ്കടത്തോടെ യാത്ര പറഞ്ഞ് പിരിയുകയാണ്. ഇനി എന്താണ് ഈ നേതാവിനെ കാണാൻ കഴിയുക? ഓരോരുത്തരും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാവരെയും യാത്ര അയച്ചുകൊണ്ട് മദീനയിലേക്ക് തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോൾ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ സൂക്തം കേൾപ്പിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ ദിവസത്തോടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് സ്വഹാബാക്കളെ കേൾപ്പിച്ചു. അവരൊക്കെ സന്തോഷിച്ചു എന്ന് തുടങ്ങിയതാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് തുടങ്ങിയ ദീനാണ്. എത്ര പ്രവാചകന്മാർ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ വരവോടെ ദീൻ പൂർത്തിയായല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും സന്തോഷിക്കുമ്പോൾ അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങൾ കരയുകയാണ്. ഇനി ഒരു പ്രവാചകന്റെ ആവശ്യമില്ലെന്നല്ലേ ഈ ആയത്തിന്റെ സൂചന? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യമില്ലെന്നല്ലേ ഈ ആയത്തിന്റെ അർത്ഥം? ഇതാലോചിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം കരയുന്നു. ബാക്കിയുള്ളവരൊക്കെ തീരെ പൂർത്തിയായതിൽ സന്തോഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളോട് മക്കക്കാരോട് യാത്ര പറഞ്ഞ് മദീനയിലേക്ക് വന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പിന്നീട് അവിടുത്തെ മനസ്സ് വേറെ ഏതോ ലോകത്താണ്. എപ്പോഴും പരലോകത്തെ കുറിച്ച് അവർ അങ്ങോട്ട് ഇബാദത്തുകൾ വല്ലാതെ വർദ്ധിപ്പിക്കുകയാണ്. പ്രായമായി തുടങ്ങി. നാലും പാതിരാ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. പതിവില്ലാത്ത ശൈലിയിൽ ദീർഘിച്ച നിസ്കാരമാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ചോദിച്ചു പോയി, നബിയേ, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട അങ്ങ് എന്തിന് ഇത്ര കഷ്ടപ്പെടുന്നു? കാലിലതാ നീര് വന്ന് വീർത്ത് കെട്ടുകയാണ്. വലംതു സുന്നത മൻ അഹ്യ ളലാമ ഇലാ അനിസ്തഖത് ഖദമാഹു ഖുർറ മിൻ മറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രായം കൂടുമ്പോൾ നമുക്കൊരു മാറ്റം വരണം സഹോദരന്മാരെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരാൾക്ക് 40 വയസ്സ് കഴിഞ്ഞ് ആ 40 വയസ്സായിട്ടും അയാളെ ജീവിത ശൈലിക്ക് മാറ്റം വരുത്തുന്നില്ലെങ്കിൽ, അതുവരെ കളിച്ച ചെറുപ്പക്കാരന്റെ കളി 40 വയസ്സായിട്ട് മാറ്റമില്ല,
നിസ്കാരത്തിന് ചിന്തയില്ല, അനാവശ്യം പറയുന്നതിൽ നിന്നും കാണുന്നതിൽ നിന്നും മാറി നിൽക്കുന്നില്ല, സാമ്പത്തിക വ്യവഹാരങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്നില്ല. ഇപ്പോഴും ചെറുപ്പക്കാരന്റെ കളിയാണ് 40 പിന്നിട്ടിട്ടും ഒരാൾ കളിക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിശാച് ഇബ്ലീസ് വന്നുകൊണ്ട് അവന്റെ മുഖത്ത് തടവി അവനെ ആശീർവദിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ യാത്രയുടെ സമയമാകുമ്പോൾ കൂടുതൽ ഇബാദത്ത് വർദ്ധിപ്പിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നു കൊടുത്ത ഉപദേശം. റസൂലുള്ളാഹി നന്ദിയുള്ള അടിമയാകാൻ വേണ്ടി ഈ രീതിയിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു. അങ്ങനെ ഖബറിനെ കുറിച്ചാണ് എപ്പോഴും പിന്നെ അവിടത്തേക്ക് ചിന്ത. മഹാനായ സയ്യിദുന അബൂ മുവൈഹിബ് റളിയല്ലാഹു തആല തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമീങ്ങളിൽപ്പെട്ട ഒരാളാണ്. രാത്രികാലത്ത് നബി തങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടായാൽ മദീനത്തെ പള്ളിയുടെ ചെരുവിൽ ഈ സ്വഹാബി ഉണ്ടാവും. നബി തങ്ങൾ എഴുന്നേറ്റാൽ ഈ സ്വഹാബി ജാഗ്രത പാലിച്ച് എന്ത് വേണം എന്ന് ചോദിച്ച് നബിന്റെ പിന്നാലെ ചെന്ന് ഒത്താശകൾ ചെയ്തു കൊടുക്കും. അബൂ മുവൈഹിബ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, വാ അബൂ മുവൈഹിബ്, നമുക്കൊന്ന് സിയാറത്തിന് പോകണം. മദീനയിലെ ജന്നത്തുൽ ബഖീയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. എന്നിട്ടതാ ഖബറാളികളുടെ ഇടയിലൂടെ നടക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരിൽ നിരവധി പേര് വഫാത്തായി കിടക്കുന്ന പ്രദേശം. അതിലൂടെ നടന്നുകൊണ്ട് അവരോട് സംസാരിക്കുന്നു. നിങ്ങൾ രക്ഷപ്പെട്ടു പോയി, നിങ്ങൾ രക്ഷപ്പെട്ടു പോയി. ഇനി ഇതാ ഇരുളുമുറ്റിയ രാത്രിയെ പോലെ ഭീതി വിതക്കുന്ന ഫിത്നകൾ വരുന്ന കാലമാണ്. ഇന്ന് വരുന്നതിനേക്കാൾ വലിയ ഫിത്നയാണ് നാളെ വരിക. നാളെ വരുന്നതിലും വലുതാണ് അടുത്ത ദിവസം. നേരത്തെ രക്ഷപ്പെട്ടവര് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഖബറാളികളോട് സംസാരിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് പരലോകത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന് അവിടെ വെച്ചിട്ട് നബി തങ്ങൾ അബൂ മുവൈഹിബിനോട് പറഞ്ഞു, അബൂ മുവൈഹിബ്, അല്ലാഹു അവന്റെ അടിമയോട് സമ്മതം ചോദിച്ചിരിക്കുന്നു. ദുനിയാവ് വേണോ ആഖിറം വേണോ? അടിമ ആഖിറം തെരഞ്ഞെടുത്തിരിക്കുന്നു. അബൂ മുവൈഹിബ് റളിയല്ലാഹു അൻഹു ഏതാനും ചില സ്വഹാബികളോട് ഈ ഉണ്ടായ സംഭവം പറഞ്ഞു. അത് കൂടുതൽ ജനങ്ങൾക്കിടയിൽ പരന്നിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ കുറിച്ചും യാത്രയെ കുറിച്ചും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. അന്നൊരു ദിവസം സഫർ മാസം 29-ാം തീയതി ജന്നത്തുൽ ബഖീയിൽ ഒരു സ്വഹാബി വര്യന്റെ ജനാസ ഖബറടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അത് കഴിഞ്ഞ് അവിടെ വെച്ച് പ്രാർത്ഥനയൊക്കെ നടത്തി തിരിച്ചു വന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ വല്ലാത്ത തലവേദന. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്കുണ്ട് നബിയെ തലവേദന. അന്ന് തുടങ്ങിയ തലവേദന അതിങ്ങനെ ഓരോ ദിവസം ചൊല്ലുന്തോറും വർദ്ധിച്ചു വരിക. നിബിധങ്ങൾ ഏറെ അസ്വസ്ഥനാണ്, വല്ലാത്ത വേദന. ഉടനെ തന്നെ പനിയും തുടങ്ങി. അങ്ങനെ സയ്യിദത്തുന മൈമൂന റളിയല്ലാഹു അൻഹയുടെ റൂമിൽ താമസിക്കുന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനിയും വേദനയും വളരെ വർദ്ധിച്ചപ്പോൾ നിബിധങ്ങൾ അവിടുന്ന് ചോദിച്ചു, നാളെ ഞാൻ എവിടെയായിരിക്കും? റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ആദ്യം അവർക്ക് മനസ്സിലായില്ല എന്താ നിബിധങ്ങളിൽ ചോദിക്കുന്നതിന്റെ താല്പര്യം. പിന്നീട് അവരിൽ ഒരാൾ പറഞ്ഞു, ആയിഷ ബീവിയുടെ വീട്ടിൽ താമസിക്കുന്ന ദിവസമായോ എന്നായിരിക്കും നിബിധങ്ങളുടെ ചോദ്യത്തിന്റെ അർത്ഥം. എല്ലാ ഭാര്യമാരും ഒരു തീരുമാനമെടുത്തു, രോഗം മാറുന്നത് വരെ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ താമസിക്കട്ടെ. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും നബി തങ്ങളെ തോളത്ത് ഓരോ കൈയും താങ്ങി പിടിച്ച് കാല് നിലത്തൂടെ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഉമ്മയുടെ റൂമിലേക്ക് ചെല്ലുന്നത്. ഈ രംഗം കണ്ടതോടെ സ്വഹാബാക്കൾക്ക് വേദനയായി. എന്താണ് നബി തങ്ങൾക്ക് പറ്റിയത്? മദീനയിലാകെ പ്രാണതയാണ്, മൂകാന്തരീക്ഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഖമില്ല എന്ന വാർത്ത കേട്ട് സ്വഹാബാക്കൾക്ക് വല്ലാത്ത ദുഃഖം. ഇതിനു മുമ്പ് കാര്യമായ ഒരു രോഗം അവിടത്തേക്ക് ഉണ്ടായിട്ടില്ല. ഹിജ്റ 6-ാം വർഷത്തിൽ അതാ ഒരു ജൂതയായ പെണ്ണ് ചുട്ട ആടിന്റെ മാംസത്തിൽ വിഷം കലർത്തി കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും ഇരിക്കുന്ന സദസ്സിൽ ഒരു സ്വഹാബിയെടുത്ത് ചവച്ചിറക്കിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു മാംസം എടുത്ത് വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കെ
അതിന്റെ എല്ല് വിളിച്ചു പറഞ്ഞു, നബിയെ, എന്റെ ശരീരത്തിൽ ഇതാ നഞ്ഞു കലക്കിയിട്ടുണ്ട്, വിഷം ചേർത്തിട്ടുണ്ട്. നബി തങ്ങൾ തുപ്പിക്കളഞ്ഞു. അത് ചവച്ചതിന്റെ പേരിലുണ്ടായ ചില അസ്വാസ്ഥ്യങ്ങൾ ഇടയ്ക്കിടക്ക് വരാറുണ്ട്. ഇതല്ലാത്ത കാര്യമായ രോഗമൊന്നും തിരുനബിക്ക് വന്നിട്ടില്ല. ഇന്ന് നബി തങ്ങൾക്ക് നടക്കാൻ പോലും പ്രയാസം, കഠിനമായ പനി, തലവേദന. ഇത് സഹിക്കാൻ സ്വഹാബാക്കൾക്ക് സാധിച്ചില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിലെത്തിയപ്പോ അവിടുന്ന് നബി തങ്ങൾ പഠിപ്പിച്ച മന്ത്രങ്ങളുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദതൈനി ഇവ ഓതി നബി തങ്ങളുടെ കയ്യിലൂതി ആ കൈ കൊണ്ട് നബി തങ്ങളുടെ ശരീരം അങ്ങനെ തടഞ്ഞു കൊടുത്തു. എന്റെ കയ്യിൽ ഊതാതിരിക്കാനുള്ള കാരണം, എന്റെ കയ്യിനേക്കാൾ കൂടുതൽ ബറക്കത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈക്കാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മന്ത്രങ്ങളൊക്കെ അതാ ആയിഷ ഉമ്മ റസൂലുള്ളാഹിക്ക് വേണ്ടി തന്നെ മന്ത്രിച്ചു കൊടുക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത വേദന വർദ്ധിച്ചു വരുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന് ഇടക്കിടക്ക് ബോധം കെട്ടുപോകുന്നത് പോലെ, തല മിന്നുന്നത് പോലെ ഉടനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട്, ഭാര്യമാരോട് പറഞ്ഞു, ആയിഷ, എനിക്കൊന്ന്